കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അവർക്ക് അടക്കമുള്ള മെഡിക്കൽ ടീം, ഇതിൻ്റെ സപ്പോർട്ടിംഗ് ടീം, അത് അമല ഹോസ്പിറ്റൽ, അശ്വിനി ഹോസ്പിറ്റൽ, ജൂബിലി മിഷൻ, അതുപോലെ തന്നെ CSR ഫണ്ടുകൾ വഴി അവരെയെല്ലാം പിന്തുണയ്ക്കുന്ന ജോയ് ആലുക്കാസ് പോലെയുള്ള സംരംഭങ്ങൾ, ഇവരെയെല്ലാം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഞാൻ കാണുന്നു, മനസ്സിലാക്കുന്നു, നല്ല സൗഖ്യത്തോടെ സ്വീകരിക്കുന്നു. വിദ്യാർത്ഥിനി സമൂഹമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവർക്കും, അവരുടെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇത് മേയർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പായിൽ ചുരുട്ടിക്കൊണ്ടുപോയി തള്ളുന്ന സ്മോൾ പോക്സ്, വസൂരി എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതൊക്കെ യക്ഷിക്കഥ കേൾക്കുന്നത് പോലെ കേട്ടിട്ടുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടനാട്ടിലൊക്കെ 1936-37 കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രളയത്തിൽ ഒഴുകി നടന്നതങ്ങളെല്ലാം കബണ്ഡങ്ങളായിരുന്നു. പലതിനും ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കഥയല്ലത്. ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ അനാവരണമാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന പ്രവൃത്തികൾ. അതൊന്നും ക്രൂരമായ പ്രവൃത്തികളാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ബൃഹത്തായ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി അന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ദൂരം വയ്ക്കുക എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഒരുപക്ഷെ വസൂരിപ്പുര എന്ന് പറയുന്ന സമ്പ്രദായം പോലും ഉണ്ടായിരുന്നത്. അതായിരുന്നു അന്ന് നമുക്ക് അവൈലബിൾ മെത്തഡ്. അത് അവലംബിച്ചു അവർ. അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് ഒരിക്കലും, പക്ഷേ ഇന്നൊരു പക്ഷേ അതിന് നിവാരണം, ഇല്ലായ്മ ചെയ്യുക, ഇമാൻസിപ്പേഷൻ, ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന വൈകാരിക പദങ്ങളിലേക്ക് നമ്മൾ എത്തി അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷൻ്റെ ചങ്കൂറ്റമാണെന്ന് മാത്രം ഞാൻ പറയും. ഇതെല്ലാം പദ്ധതികളായി ഒരുക്കുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്കും അവരെ നയിക്കുന്ന ഭരണസംഘത്തിനും ഒക്കെ സാധിക്കും. പദ്ധതികൾ ഒരുക്കാൻ സാധിക്കും. ജോയ് ആലുക്കാസിനെ പോലുള്ള സമ്പ്രദായങ്ങൾക്ക് ഒരുപക്ഷെ ഇതിന് പൂർണ്ണമായ ബലം പകരുന്നു. ഇതിപ്പോൾ എന്തുകൊണ്ട് സാധ്യമാകുന്നു? അവരുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഇൻകം ടാക്സ് നിഷ്കർഷിക്കുന്ന 2% എന്ന് പറയുന്ന CSR ഫണ്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും. മെഡിക്കൽ കോളേജിലായാലും ശരി തന്നെ, അതുപോലെയുള്ള പൊതു താല്പര്യ പ്രകാരം രൂപീകരിക്കുന്ന പൊതുജന സേവന കേന്ദ്രങ്ങളുടെ കാര്യത്തിലായാലും ശരി തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് CSR ഫണ്ടിങ് എന്ന് പറയുന്നത് ശക്തമാണ്. നമ്മൾ എന്താണ് ലാക്ക് ചെയ്യുന്നത്? ISR, ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി is in strengthy conditions. We are utilizing it. അത് നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ട് ഇത് ഫലവത്തായി എങ്ങനെ സമൂഹത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ there should be a very emotional workforce. ആ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നതിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഘടകം എടുത്തുകൊണ്ട് ഇൻഡിവിജ്വൽസ്, ISR, ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി is one thing which should be bubbling in the air. നമുക്ക് ഒരാവശ്യത്തിനും പിന്തുണ നൽകാൻ അല്ലെങ്കിൽ മാനസികമായ ബലം നൽകാനായിട്ട് ഒരു പടയാളി കൂട്ടം ഇല്ല എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം വരുന്നത് വഴി വിദ്യാർത്ഥി സമൂഹം മുന്നിട്ടിറങ്ങിയാൽ ഷെയ്ഡിൽ നിൽക്കുന്ന, മറവിൽ നിൽക്കുന്ന, ഒളിവിൽ നിൽക്കുന്ന TB പേഷ്യൻസിനെയൊക്കെ ഈ മെഷീൻസും ഈ പണത്തിൻ്റെ കയ്യൂക്ക് കൊണ്ടും കണ്ടെത്തുന്നവരെ ബോധവൽക്കരിക്കുന്നതിനും അവരുടെ കൃത്യമായ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ നൽകലുകൾ ചെറു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ 500 ഈ ഇങ്ങനെ ഒരു ഇമാൻസിപ്പേഷൻ ഓഫ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന നിക്ഷയമല്ലത്, ക്ഷയം ഇല്ലാതാക്കുക, ക്ഷയം ഇല്ലാത്ത ഒരു രാജ്യം, അതുവഴി
ക്ഷയരോഗ മുക്ത ലോകം എന്ന് പറയുന്ന വസുദൈവ കുടുംബക തത്വങ്ങളിൽ പ്രമാണങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന ഭാരതത്തിൻ്റെ വൈകാരികമായ പ്രകടനമാണ്. ഒരുപക്ഷെ ശക്തമായ ചില മോഡ്യൂൾസ് കൂടി ചേർത്തുകൊണ്ട് ഈ വർഷം നമ്മൾ ഡിസംബർ 24 ലോക ക്ഷയരോഗ ട്യൂബർക്കുലോസിസ് ഡേ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ആ നിവാരണം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള ഹൃദ്യമായ പെരുമാറ്റം, പങ്കുചേരൽ അതുണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്ന ക്ഷയരോഗ വിമുക്ത കേരളത്തിനായുള്ള ജനകീയ മുന്നേറ്റം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശ്ശൂരിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ അവിടെ നടന്ന പ്രസംഗത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തത്.